പണം 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 പണം. ഒരു പണം കൊണ്ട് എന്താ പറയുക മൂടുക. ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന് ആ വീട്ടിലേക്ക് കാലുകുത്തിയോ അന്ന് ആ നിമിഷം ആരംഭിച്ചു പിണറായിയുടെ അവസാനത്തിൻ്റെ ആരംഭം. പിണറായി സെറ്റ് ഈ രീതിയിൽ ഷേപ്പ് ഔട്ട് ചെയ്തത് ഈ പറയുന്ന ശശിയും ഈ പറയുന്ന മുഹമ്മദ് റിയാസുമാണ്. മകളെ പേരിൽ നിരവധിയായ കണ്ടെത്തലാണ് കേന്ദ്ര ഏജൻസികൾ. അതൊരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ മകളുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്തോളണം. ആദ്യത്തെ ഡിമാൻഡ് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ടാക്കി കൊടുത്തു ഈ അജിത് കുമാർ. അതല്ലേ പി വി അൻവർ ആവർത്തിച്ച് പറയുന്നത്? എന്താണ് ഈ അജിത് കുമാറിനെ ഇപ്പോഴും സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നത്? അജിത് കുമാർ ഒന്ന് പുറത്തു വന്നോട്ടെ. അദ്ദേഹം ചിലരോട് അടിച്ച ഡയലോഗ് എനിക്കറിയാം, എന്നും തൊട്ട് നോക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ആ റാങ്ക് ആൻഡ് ഫയലിലുള്ള ചില ഓഫീസർമാരോട് പറഞ്ഞത് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല പിണറായി, ഒന്ന് തൊട്ട് നോക്കട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. മനസ്സിലായോ? അപ്പം ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇതന്നെ വിഷയം. പി വി അൻവറിന്റെ തുറന്ന യുദ്ധം ഇന്നും അവസാനിക്കുന്നില്ല. അത് ചിലപ്പോൾ ജൂൺ 23 വരെ നീണ്ടു നിൽക്കും. കേരളത്തിന്റെ ഭരണം കൊണ്ടുവന്ന മാറ്റങ്ങൾ പലപ്പോഴും പി വി അൻവർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പിന്നിലെ കഥകളും പി വി അൻവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? ഒരു തുറന്ന മൃഗശാലയായി മാറി എന്നാണ് പി വി അൻവറിന്റെ പ്രതികരണം. കേരളത്തിലെ MLA-മാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും MP-മാരും എല്ലാവരും നിലമ്പൂരിലെത്തി. എന്നിട്ട് എന്ത് കാര്യമുണ്ടായി എന്ന രീതിയിലും വിമർശിക്കുകയാണ് പി വി അൻവർ. കേരളത്തിന്റെ അവസ്ഥ ആകെ മാറി. മരുമോനും പിണറായിയും ഭരിച്ചു മുടിപ്പിച്ചു എന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറയുകയാണ് പി വി അൻവർ. പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ആ നാടിലെ ജനങ്ങളുടെ എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമായിരുന്നു. ആ എക്സിസ്റ്റൻസ് കണക്കാക്കിയിട്ടാണ് ഈ ജനങ്ങൾ മുഴുവൻ വന്ന് വോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ വന്യമൃഗശല്യവും വന്യമൃഗങ്ങളുടെ കൃഷിനാശവും വലിയ വിഷയം തന്നെയാണ്. നമ്പർ 1 ഇന്ന് വരെ അവർ അഡ്രസ്സ് ചെയ്തിട്ടില്ല. വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ രാവിലെ വന്ന വാർത്ത പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിൽ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു പാവപ്പെട്ട തൊഴിലാളിയെ ആന ചവിട്ടിക്കുന്ന വാർത്തയാണ്. ഇന്നത്തെ മനോരമ പത്രത്തിൽ ഇന്ന് രാവിലത്തെ ഞാൻ ഇപ്പോൾ വായിച്ചുള്ളൂ, ഫ്രണ്ട് പേജിലെ വാർത്ത 4 വയസ്സുള്ള ഒരു കുട്ടിയെ, വാൽപ്പാറ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ബൗണ്ടറിയാണ് തമിഴ്നാടിൻ്റെ. എസ്റ്റേറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കിടക്കുകയാണ്. കേരളം തന്നെ വേണമെങ്കിൽ പറയാം. 4 വയസ്സുള്ള കുട്ടിയെ അച്ഛൻ്റെയും അമ്മേൻ്റെ മുമ്പിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം 4:30 മണിക്ക് പെട്ടെന്ന് ചാടി വീണ പുലി എടുത്തുകൊണ്ടുപോയി. തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അങ്ങോട്ടാ കൊണ്ടുപോയത് കണ്ടിട്ടില്ല. അപ്പം ഞാൻ ആവർത്തിച്ച് പറയുന്ന വിഷയം ഇതാണ്. കേരളം തുറന്നിട്ട മൃഗശാലയായി കഴിഞ്ഞു. ഒരക്ഷരം മിണ്ടാത്ത മന്ത്രി, ഒരക്ഷരം പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി. ഈ തെരഞ്ഞെടുപ്പിന് ഞാൻ രാജിവെക്കുന്നതിൻ്റെ പ്രധാന കാര്യമായി ഉന്നയിച്ച വിഷയം ഇവിടെ ഫോറസ്റ്റിൽ കൊണ്ടുവന്ന അമെൻമെൻറ്റ് ബില്ലായിരുന്നു. ഒരു മറുപടി അതിന് പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യന് ഈ ഗവൺമെൻറ് വിലയിട്ടിരിക്കുന്നത് 10 ലക്ഷമാണ്. ഒരു മനുഷ്യ ജീവന് നിങ്ങൾ മനസ്സിലാക്കണം. മരുമോൻ ഈ പറയുന്ന എന്താ പറയുക ബേപ്പൂർ ഉത്സവത്തിന് 4 റീലുണ്ടാക്കാൻ 39,40,000 രൂപയാണ്, 60,000 രൂപ എന്ന് പറഞ്ഞാൽ 9,60,000 രൂപ. 9,60,000 രൂപ 2 മിനിറ്റിൻ്റെ റീല് 10ാം ക്ലാസ്സിലെ കുട്ടികളുണ്ടാക്കും. അപ്പം മരുമകന് ഒരു റീലുണ്ടാക്കാനുള്ള 2 മിനിറ്റിൻ്റെ റീലിനും 10 ലക്ഷം. പച്ച മനുഷ്യനെ ഈ മൃഗങ്ങൾ കടിച്ചു നിന്നാൽ അതിനും 10 ലക്ഷം. ഈ വിഷയമാണ് ഇവിടെ അടിസ്ഥാനപരമായി ഉന്നയിച്ചത്. പിന്നെ ഗവൺമെൻറ് വ്യക്തമാക്കാത്ത വലിയൊരു വിഷയം, ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കടലാസ് വെച്ച് നടക്കും, ഒരു സ്കെച്ച് ഉണ്ടാകും അവരുടെ അടുത്ത്. ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ അത് കാണൂല. ഇവിടെ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. 977 മുമ്പ് പട്ടയം കിട്ടിയവർ, 950 തൊട്ട് ആധാരവും മറ്റു പട്ടയങ്ങളുള്ളവർ. ഈ പട്ടയമുള്ളവരെയാണ് എവിക്റ്റ് ചെയ്യുന്നത്. അവരെന്താ പറയുന്നത്? ഞങ്ങളുടെ രേഖയിൽ ഇങ്ങനെയാണ്. ഒരു കടലാസുമില്ല. ഞാൻ ഈ പറഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയാൽ, മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണുന്നൊരു സ്കെച്ച്. അപ്പോൾ ഭൂമിയുടെ അവസാന അതോറിറ്റി കേരളത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണോ അതല്ല റവന്യൂ അതോറിറ്റി ആണോ എന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് റവന്യൂ ആണ് ഭൂമിൻ്റെ അവസാന വാക്ക് പറയേണ്ടത്. കേരളത്തിൽ അതുപോലും പറ്റില്ല. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ല. ഇവിടെ PWD റോഡ് ഫോറസ്റ്റ് എൻക്രോച്ച് ചെയ്താൽ അത് എൻക്രോച്ച് ചെയ്തു എന്ന് PWDയിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ അവരുടെ പേരിൽ കേസെടുക്കുകയാണ്. എല്ലാ റോഡുകളും നിലമ്പൂരിൽ എൻക്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ മാത്രമല്ല, കേരളത്തിൽ ഫോറസ്റ്റിലുള്ളടത്തൊക്കെ ഇതാണ്. അതിന് ആധാരമായി പറയുന്നത് ഈ പറയുന്ന PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലെ അടിസ്ഥാന രേഖയ്ക്ക് ഒരു വിലയില്ല.
പല തവണ എന്താ പറയുക, മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും കത്ത് കൊടുത്താൽ ഞാൻ നിയമസഭയിൽ ഉന്നയിച്ച വിഷയമാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനെ മാറ്റിമറിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ വരാതെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഏർപ്പാടുകളും അന്തർദേശീയ കാര്യങ്ങളും ഒരു കാര്യം നിലമ്പൂരിലെ ജനങ്ങൾ ചെവി കൊടുത്തിട്ടില്ല. വിരുന്ന് വന്നവരൊക്കെ പോയല്ലോ, എല്ലാവരും പോയി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ പി വി അൻവറിന് ബൂത്തിൽ ആളില്ല അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം ഇതുപോലെയൊന്നും ആകുമായിരുന്നില്ല. നമ്മൾ പരിപൂർണമായും പിണറായി സത്തിനെതിരെ തകർക്കാൻ യു ഡി എഫിന് മനസാവാച പിന്തുണ കൊടുത്ത് വന്നെടുത്ത് എൻ്റെ പെടലിക്ക് പിടിച്ച് പുറത്തേക്ക് തള്ളിയതാണ് പ്രതിപക്ഷ നേതാവ്. നിങ്ങൾ കണ്ടതാണ്. ആ ഘട്ടത്തിലാണ് ഇവിടെ ഈ മത്സരത്തെ നേരിടുന്നത്. എന്താ മത്സരത്തിൻ്റെ സ്ഥിതി? 139 MLA ഈ മണ്ഡലത്തിൽ 10-15 ദിവസം അവിടെ കിടന്നുറങ്ങിയില്ലേ? മന്ത്രിമാർ മുഴുവൻ, മുഖ്യമന്ത്രി, അന്യസംസ്ഥാന മുഖ്യമന്ത്രിമാർ, ആഭ്യന്തരമന്ത്രിമാർ, കേരളത്തിലെ മുഴുവൻ MP മാർ. ഒരു ബൂത്തിന് എന്ന് പറഞ്ഞാൽ 263 ബൂത്താണ് ഉള്ളത്. ഒരു MLAക്ക് 2 ബൂത്തിന് ചാർജാണ്. ഒരു ബൂത്തിലേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ള ലെവലിലാണ്. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, കേരളത്തിലെ മുഴുവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, കോർപ്പറേഷൻ മേയർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ആരാ ബാക്കി?